ഇന്ത്യ US വ്യാപാര കരാർ ചർച്ചയാണ്. 2 മാസത്തിനുള്ളിൽ കരാറിന്റെ ആദ്യഘട്ടം പൂർത്തീകരിക്കുക ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. US പിഴത്തീരുവ പ്രഖ്യാപിച്ചതോടെയാണ് വ്യാപാര കരാർ ചർച്ചകൾ വഴിമുട്ടിയത്. ആദിൽ പാലോട് നമുക്കൊപ്പം. ആദിൽ പാലോട്, വ്യാപാര കരാറിന്മേലുള്ള ചർച്ചയിൽ ആദ്യഘട്ടം വേഗത്തിൽ പൂർത്തിയാക്കണമെങ്കിൽ ഇങ്ങോട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തീരുവകളിൽ ഒരു തീരുമാനമാകേണ്ടേ? ഉറപ്പായും അത് സംബന്ധിച്ചുള്ള ചർച്ചകളും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാർച്ചിലാണ് ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ആദ്യം തുടങ്ങുന്നത്. പിന്നീട് ട്രംപിന്റെ പിഴത്തീരുവ പ്രഖ്യാപനത്തോടെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നുവെന്ന് ആരോപിച്ച് 50% പിഴത്തീരുവ ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തിയതോടെയാണ് ചർച്ചകൾ വഴിമുട്ടിയത്. ഓഗസ്റ്റ് 25 മുതൽ 29 വരെയാണ് ചർച്ചകൾ നിശ്ചയിച്ചിരുന്നത്. പിന്നീട് ആ തീയതികൾ മാറ്റുകയായിരുന്നു. ഇപ്പോൾ അമേരിക്കയുടെ വ്യാപാര സംഘത്തെ നയിക്കുന്ന പ്രധാനി തന്നെ ഇപ്പോൾ ദില്ലിയിലെത്തിയിരിക്കുന്നു. ബ്രണ്ടൻ ലിഞ്ചിന്റെ നേതൃത്വത്തിലുള്ള സംഘം രാജേഷ് അഗർവാളുമായി വാണിജ്യ വകുപ്പിലെ സ്പെഷ്യൽ സെക്രട്ടറിയുമായുള്ള ചർച്ചകൾ അടച്ചിട്ട മുറിയിൽ ദില്ലിയിൽ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും സുജയ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ ഒടുവിൽ പിഴത്തീരുവ പ്രഖ്യാപനം ട്രംപ് പിൻവലിക്കുമോ എന്നുള്ളതിലാണ് ആകാംക്ഷയുള്ളത്. അങ്ങനെ സംഭവിക്കുമെന്ന് ഇന്ത്യ കരുതുകയും ചെയ്യുന്നു. മാത്രമല്ല, ക്ഷീര കാർഷിക മേഖലകളിൽ വിപണി തുറന്നു നൽകണം എന്നുള്ളത് അമേരിക്കയുടെ പ്രധാനപ്പെട്ട ആവശ്യമാണ്. പക്ഷേ അത് ഇന്ത്യക്ക് അംഗീകരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് കർഷകരുടെ പ്രതിഷേധം ഇക്കാര്യത്തിലുണ്ട്. ഈ ആശങ്ക അമേരിക്കൻ സംഘത്തെ അറിയിക്കുമെന്ന വിവരം കൂടി പുറത്തുവരികയാണ്. ആകെ തുകയായി ഈ ചർച്ചകൾക്കൊടുവിൽ പിഴത്തീരുവ പ്രഖ്യാപിച്ച് ആശ്വാസകരമായ ഒരു തീരുമാനത്തിലേക്ക് ട്രംപ് പോകും എന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യയുള്ളത്. സുജയ. ആദിൽ പാലോടാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.